സൂപ്പർ ഓവറിലേക്ക് നീണ്ട ആവേശകരമായ മത്സരത്തിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തി ഇന്ത്യ മൂന്നാം T20 മത്സരവും സ്വന്തമാക്കി പരമ്പര 3-0 തൂത്തുവാരി. ഇന്ത്യ നേടിയ 137 എന്ന ചെറിയ സ്കോർ ചേസ് ചെയ്ത ലങ്കയ്ക്ക് 20 ഓവറിൽ 137 എത്താനേ സാധിച്ചുള്ളൂ. തുടർന്ന് സൂപ്പർ ഓവറിൽ 2 റൺസ് മാത്രമെടുത്ത ലങ്കയ്ക്കെതിരെ ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി അടിച്ച് ക്യാപ്റ്റൻ സൂര്യകുമാർ ഇന്ത്യക്ക് നേടിത്തന്നത് ഉജ്ജ്വല വിജയമായിരുന്നു. 18 പന്തിൽ 25 റൺസ് നേടുകയും 4 ഓവറിൽ 23 റൺസിന് 2 വിക്കറ്റ് സ്വന്തമാക്കുകയും സൂപ്പർ ഓവറിൽ 2 വിക്കറ്റ് നേടി 2 റൺസിൽ ലങ്കയെ ഒതുക്കുകയും ചെയ്ത വാഷിംഗ്ടൺ സുന്ദറാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. T20 സ്ഥിരം ക്യാപ്റ്റനായുള്ള അരങ്ങേറ്റം തന്നെ കളറാക്കിയ സൂര്യകുമാർ യാദവാണ് പ്ലെയർ ഓഫ് ദി സീരീസ്. പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ടോസ് നേടിയ ശ്രീലങ്ക ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. കഴിഞ്ഞ മത്സരം കളിച്ച ഹാർദിക് പാണ്ഡ്യ, ഋഷഭ് പന്ത്, അക്ഷർ പട്ടേൽ, അർഷദീപ് സിംഗ് എന്നിവർക്ക് ഇന്ത്യ വിശ്രമം അനുവദിച്ചപ്പോൾ ഗിൽ, വാഷിംഗ്ടൺ സുന്ദർ, സിറാജ്, ഖലീൽ അഹമ്മദ് എന്നിവർ ആദ്യ 11-ൽ സ്ഥാനം പിടിച്ചു. 2-ാം ഓവർ അവസാന പന്തിൽ ജയ്സ്വാളിനെ മടക്കി അയച്ച് ഇത്തവണയും മഹീഷ് തീക്ഷ്ണ ശ്രീലങ്കയ്ക്ക് മികച്ച തുടക്കം നൽകി. ഫസ്റ്റ് ഡൗണായി എത്തിയ സഞ്ജു സാംസണ് 4 പന്തിൻ്റെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. കൂറ്റിനടിക്ക് ശ്രമിച്ച സാംസൺ ഹസരംഗയ്ക്ക് പിടികൊടുത്ത് തുടർച്ചയായി 2-ാം മത്സരത്തിലും 0-ആയി മടങ്ങി. സ്ഥാനക്കയറ്റം കിട്ടിവന്ന റിങ്കു സിംഗ് 1 റൺ മാത്രമെടുത്ത് തീക്ഷ്ണയ്ക്ക് മുമ്പിൽ കീഴടങ്ങിയത് ഇന്ത്യയെ ഞെട്ടിച്ചു. ഒരു ഓവറിന് ശേഷം ക്യാപ്റ്റൻ സൂര്യകുമാർ 8 റൺസ് മാത്രമെടുത്ത് മടങ്ങിയതോടെ ഇന്ത്യൻ ക്യാമ്പ് മ്ലാനമായി. കിട്ടിയ അവസരം മുതലാക്കാനാവാതെ ശിവൻ ദുബെ കൂടി കൂടാരം കയറിയതോടെ 48-ന് 5 എന്ന ദയനീയ സ്ഥിതിയിലേക്ക് ഇന്ത്യ കൂപ്പുകുത്തി. എന്നാൽ 6-ാം വിക്കറ്റിൽ ഗിൽ പരാഗ് കൂട്ടുകെട്ട് പൊരുതി നിന്ന് ഇന്ത്യൻ സ്കോർ 100 കടത്തി. പക്ഷേ 16-ാം ഓവറിൽ അനാവശ്യ ഷോട്ടിന് ശ്രമിച്ച് സ്റ്റംപഡായി ഗിൽ മടങ്ങിയത് ഇന്ത്യക്ക് തിരിച്ചടിയായി. 37 പന്തിൽ 3 4 ഉൾപ്പെടെ 39 റൺസ് ഗിൽ നേടിയിരുന്നു. അതേ ഓവറിൽ പരാഗ് കൂടി വീണതോടെ വമ്പൻ സ്കോർ എന്ന ഇന്ത്യൻ സ്വപ്നം അവസാനിച്ചു. 18 പന്തിൽ 1 4-ഉം 2 6-ഉം ഉൾപ്പെടെ 26 റൺസായിരുന്നു പരാഗ് നേടിയത്. വാലറ്റത്തെ കൂട്ടുപിടിച്ച് വാഷിംഗ്ടൺ സുന്ദർ നടത്തിയ പോരാട്ടം 137-ന് 9 എന്ന സ്കോറിൽ ഇന്ത്യയെ എത്തിച്ചിരുന്നു. ശ്രീലങ്കയ്ക്ക് ഇന്ന് 14 ഓവറുകളും എറിഞ്ഞത് സ്പിന്നർമാരായിരുന്നു. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ലങ്ക വളരെ കരുതലോടെയാണ് ഇന്ത്യൻ സ്കോർ പിന്തുടർന്നത്. 8 ഓവറിൽ വിക്കറ്റ് നഷ്ടമാകാതെ 50 കടന്നെങ്കിലും 9-ാം ഓവറിൽ നിസ്സംഗയെ പുറത്താക്കി രവി ബിഷ്ണോയ് ഇന്ത്യയെ മത്സരത്തിലേക്ക് കൊണ്ടുവന്നു. 27 പന്തിൽ 5 4 ഉൾപ്പെടെ 26 റൺസായിരുന്നു നിസ്സംഗ നേടിയത്. 2-ാം വിക്കറ്റിൽ മെൻഡിസ് പെരേരെ കൂട്ടുകെട്ട് അനായാസം ബാറ്റ് ചെയ്ത് സ്കോർ 100 കടത്തിയതോടെ ഇന്ത്യൻ ആരാധകർ വിജയപ്രതീക്ഷ കൈവിട്ടു. 15 ഓവറിൽ 108-1 എന്ന ശക്തമായ നിലയിലായിരുന്ന ലങ്കയ്ക്ക് അവസാന 30 പന്തിൽ ജയിക്കാൻ 30 റൺസ് മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ 16-ാം ഓവറിൽ കുശാൽ മെൻഡിസിനെ വിക്കറ്റിന് മുമ്പിൽ കുടുക്കി ഒരിക്കൽ കൂടി രവി ബിഷ്ണോയ് ഇന്ത്യൻ രക്ഷകനായി മാറി. 41 പന്തിൽ 3 4 ഉൾപ്പെടെ 43 റൺസ് മെൻഡിസ് നേടിയിരുന്നു. വാഷിംഗ്ടൺ സുന്ദർ എറിഞ്ഞ 17-ാം ഓവറിൽ തുടർച്ചയായി 2 വിക്കറ്റ് വീണതോടെ മത്സരം കൂടുതൽ ആവേശകരമായി മാറി. അവസാന 3 ഓവറിൽ 21 റൺസ് വിജയലക്ഷ്യം ലങ്കയ്ക്ക് മുമ്പിൽ വെച്ച ഇന്ത്യക്ക് ഖലീലിൻ്റെ 18-ാം ഓവറിൽ കനത്ത നിരാശയാണ് സമ്മാനിച്ചത്. 5 വൈഡ് ഉൾപ്പെടെ 12 റൺസാണ് ആ ഓവറിൽ ഖലീൽ വഴങ്ങിയത്. അവസാന 2 ഓവറിൽ 9 റൺസ് ലങ്കയ്ക്ക് വിജയത്തിനാവശ്യമായിരിക്കെ ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 19-ാം ഓവർ എറിയാനെത്തിയത് റിങ്കു സിംഗ് ആയിരുന്നു. 2-ാം പന്തിൽ തന്നെ കുശാൽ പെരേരയെ പുറത്താക്കി റിങ്കു T20-യിലെ ആദ്യ വിക്കറ്റ് സ്വന്തമാക്കി. ഓവറിൻ്റെ അവസാന പന്തിൽ രമേശ് മെൻഡിസിനെ കൂടി ഗില്ലിൻ്റെ കയ്യിൽ എത്തിച്ചതോടെ വെറും 3 റൺസിന് 2 വിക്കറ്റ് നേടി റിങ്കു ഇന്ത്യക്ക് വിജയപ്രതീക്ഷ നൽകി. ആരാധകരെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് ക്യാപ്റ്റൻ സൂര്യകുമാറാണ് അവസാന ഓവർ എറിയാനെത്തിയത്. ശ്രീലങ്കയ്ക്ക് വിജയലക്ഷ്യം 6 പന്തിൽ വെറും 6 റൺസ് മാത്രം. സൂര്യയുടെ ആദ്യ പന്തിൽ റൺസ് ഒന്നുമില്ല, ഡോട്ട് ബോൾ. 2-ാം പന്തിൽ മെൻഡിസിനെ റിങ്കു പിടിച്ചു പുറത്താക്കി സൂര്യയ്ക്ക് T20-യിലെ ആദ്യ വിക്കറ്റ് സമ്മാനിക്കുന്നു. ശ്രീലങ്കയ്ക്ക് ജയിക്കാൻ 4 പന്തിൽ 6 റൺസ്. 3-ാം പന്തിൽ സഞ്ജു സാംസന്റെ ഉജ്ജ്വല ക്യാച്ചിൽ തീക്ഷ്ണ പുറത്താകുന്നു. ലങ്കയ്ക്ക് ജയിക്കാൻ 3 പന്തിൽ 6 റൺസ്. 4-ാം പന്തിൽ ഫെർണാണ്ടോ 1 റൺ നേടുന്നു. ലങ്കയ്ക്ക് വിജയം 2 പന്തിൽ 5 റൺസ് മാത്രം അകലെ. 5-ാം പന്തിൽ വിക്രമസിംഗയുടെ ഷോട്ട് ലോങ് ഓഫിലേക്ക്. റണ്ണൌട്ടിനുള്ള അവസരം സൂര്യയുടെ പിഴവ് കൊണ്ട് പാഴാവുമ്പോൾ ലങ്ക 2 റൺസ് ഓടിയെടുക്കുന്നു. അവസാന പന്തിൽ 3 റൺസ് വിജയലക്ഷ്യം. ഇത്തവണയും വിക്രമസിംഗ 2 റൺസ് ഓടിയെടുത്തതോടെ മത്സരം സമനിലയിലാകുന്നു. തുടർന്ന് സൂപ്പർ ഓവർ ഇന്ത്യക്കായി എറിയാനെത്തിയത് വാഷിംഗ്ടൺ സുന്ദർ ആയിരുന്നു. ആദ്യ പന്ത് വൈഡ് ബോൾ. 2-ാം പന്തിൽ 1 റൺ. 3-ഉം 4-ഉം പന്തിൽ വിക്കറ്റ് വീണതോടെ വെറും 2 റൺസിൽ ലങ്കൻ ഇന്നിംഗ്സ് അവസാനിച്ചു. തുടർന്ന് ബാറ്റ് ചെയ്യാനെത്തിയ ഇന്ത്യക്കായി ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി അടിച്ച് ക്യാപ്റ്റൻ സൂര്യകുമാർ വിജയം സമ്മാനിച്ചു. തോൽവി ഉറപ്പിച്ച മത്സരത്തിൽ ക്യാപ്റ്റൻ സൂര്യകുമാറിൻ്റെ മികവാണ് ഇന്ത്യക്ക് ഉജ്ജ്വല വിജയം സമ്മാനിച്ചത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.